ഇപ്പോൾ ഏകദേശം എക്സാമൊക്കെ അടുത്ത് വരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം 7 ദിവസമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ട്യൂഷനിൽ എക്സാം തുടങ്ങാനായിട്ട്. അപ്പോൾ അതിന് മുമ്പേ സ്റ്റഡി വ്ളോഗ് എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുമല്ലാതെ ഒരുപാട് പേര് കമൻറ്റിൽ ഒരുപാട് മെസ്സേജും അയക്കുന്നുണ്ടായിരുന്നു സ്റ്റഡി വ്ളോഗ് എടുക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ എക്സാമിനുള്ള പ്രിപ്പറേഷൻസും അതിന് വേണ്ട ടിപ്സും ഒക്കെ ആയിട്ട് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നിങ്ങൾ സ്റ്റഡി വ്ളോഗ് യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് ഒരുപാട് പേരുടെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സ്റ്റഡി ഒരു ടേബിൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലം നല്ല വൃത്തിയായിട്ട് വെക്കാൻ നോക്കാം കേട്ടോ. അതാവുമ്പോൾ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ ഓവറായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടും നല്ല ഒരു ഇതായിട്ടും ഉന്മേഷത്തോടെ ഇരുന്ന് പഠിക്കാനായിട്ട് നമുക്ക് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതുപോലെ നമുക്ക് സ്റ്റഡി ടേബിളിന് മുമ്പിലായിട്ട് ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വയ്ക്കാൻ പാടില്ല. അപ്പോഴത്തേക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കെ മറന്നു പോകാനായിട്ട് ചാൻസ് കാണും. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ക്ലീൻ ആക്കിയൊക്കെ ഇടുക ബെഞ്ചൊക്കെ. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ ആണെങ്കിൽ ഞാനാണെങ്കിൽ ലേബറിൻ്റെ അമ്മ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിച്ചാണെങ്കിൽ അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് നല്ല കണ്ടൻറ്റൊക്കെ അതിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഞാനാണെങ്കിൽ 7 മണിക്കാണ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പഠിക്കാനായിട്ട്. എൻ്റെ അനിയത്തിക്ക് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അവൾക്കാണെങ്കിൽ കംഫോർട്ട് ഈ ഒരു ബെഡ് തന്നെയാണ്. എല്ലാവർക്കും ഓരോരോ തരത്തിലായിരിക്കും പഠിക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ നമ്മൾ മാക്സിമം ഉറച്ച് തന്നെ വായിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ആവും പെട്ടെന്ന്. പിന്നെ അടുത്ത് ഞാനാണെങ്കിൽ ഇതുപോലെ മെയിൻ പോയിൻറ്റ്സൊക്കെ നല്ലതുപോലെ തന്നെ വായിച്ച് വയ്ക്കുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്ന ഏത് ക്ലാസ്സിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ എക്സാം വിന്നറും സൈലവും അങ്ങനെ ഒരുപാട് ചാനൽസൊക്കെ ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ മാക്സിമം പഠിക്കാൻ നോക്കാം. സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ 7 മണിക്ക് മുമ്പ് ഞാൻ ഇതൊക്കെ എഴുതി തീർക്കും. നമുക്കിപ്പോൾ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കുക. പിന്നെ അതിലത്തെ മെയിൻ പോയിൻറ്റ്സൊക്കെ നമ്മൾ ആ ഒരു പേപ്പറിൽ എഴുതി വെച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ പഠിക്കുന്ന വിഷയത്തിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷോർട്ടായിട്ടുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സൊക്കെ ആണെങ്കിൽ ഞാൻ A4 സൈസ് പേപ്പറിൽ എഴുതി അതിനെ സ്റ്റാപ്ലർ അടിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ എക്സാം ടൈമിൻ്റെ മുന്നേ ഉള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ലതുപോലെ അതെടുത്ത് വായിച്ചാൽ മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്ക് പഠിക്കുന്ന കൂട്ടത്തിൽ വേണ്ടതാണ് റീഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ വലിയ എസ്സേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പോയിൻ്റായിട്ട് എഴുതി വയ്ക്കുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ എക്സാം ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം നല്ലതുപോലെ. ഞാൻ എൻ്റെ എക്സാം ടൈമിലൊക്കെ ആണെങ്കിൽ 5 മാർക്കിന് 6 മാർക്കിന് അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഫസ്റ്റ് അറിയാമെന്നുള്ളതൊക്കെ എഴുതും. അതിന് ശേഷമാണ് 1 മാർക്ക് 2 മാർക്ക് അങ്ങനത്തെ മാർക്കിൻ്റെതൊക്കെ എഴുതാൻ പോകുന്നത്. അപ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസറൊക്കെ എഴുതി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ എന്തെങ്കിലും പഠിക്കാനുള്ള ക്ലാസ് ഫോണിലിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൽ അവർ പറയുന്ന ആ ഒരു പോയിൻറ്റും കൂടെ നമ്മൾ എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഓണം എക്സാമിന് മുമ്പുള്ള ഡേയ്സിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ നോട്ട് എഴുതിയും പഠിച്ചും ഒക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഡേ മുതൽ തന്നെ നല്ലതുപോലെ പഠിച്ചു തുടങ്ങണം. പിന്നെ നമ്മളുടെ ഒരു സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് തന്നെ വേണ്ടതാണ് വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നത് കേട്ടോ. വെള്ളം കുടിക്കുന്നത് വഴിയിട്ട് നമുക്ക് കോൺസെൻട്രേഷനും ഒക്കെ കിട്ടും. അപ്പോൾ നമ്മളൊരു ചാപ്റ്റർ തന്നെ നമ്മളിതുപോലെ പഠിക്കാനിരിക്കുവാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല ചിലപ്പോൾ. അപ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിനോട് തന്നെ പറയാം 2 മിനിറ്റേ ഞാൻ പഠിക്കുന്നുള്ളൂ അങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഓൾറെഡി കുറേ നേരം ഇരുന്ന് പഠിച്ചോളും. പിന്നെ മറ്റുള്ളവർ പറയുന്ന പോലെ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് പഠിക്കുക. ലേബറിൻ്റെയിലും ഇതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഒരുപാട് ഹിൻസൊക്കെ ഞാൻ കാണാറുണ്ട് പഠിക്കുന്ന ഇടയ്ക്ക്. അപ്പോൾ അതൊക്കെ ഞാനാണെങ്കിൽ പെൻസിൽ വെച്ച് അടയാളപ്പെടുത്തി. അപ്പം നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കാനായിട്ട് പോകരുതെങ്കിൽ നിങ്ങൾ പഠിച്ചതെല്ലാം അതുവഴിയിട്ട് അങ്ങ് മറന്നു പോകും കേട്ടോ. നിങ്ങൾക്ക് പേപ്പറിൽ എഴുതി പഠിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്ലാസ് ടൈമിലാണെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടിലാണെങ്കിൽ ഇതുപോലെ എഴുതിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന ടൈമിലൊരു റീഫ്രഷ് ഇല്ലാതെ ഒരുമാതിരിയാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിരുന്നതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാനിരിക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ മൈൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ ഒരു കുഞ്ഞു പേപ്പറിൽ എഴുതി വെക്കുക കേട്ടോ. പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക പഠിക്കുന്നത്. ഡിസ്ട്രാക്ഷൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അഥവാ നമുക്ക് അസൈൻമെൻറ്റ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് സ്കൂളിൽ ചെയ്തുകൊണ്ട് കൊടുക്കണമെന്ന് നമുക്ക് ഓർമ്മ വരുവാണെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചേക്കുക. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുക കേട്ടോ. അതെനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ ഫോണിൻ്റെ ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാമെന്ന് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന റൂമിനകത്ത് ഫോൺ ഇല്ലയെന്ന് നിങ്ങൾ നല്ലതുപോലെ ഉറപ്പ് വരുത്തണം കേട്ടോ. അതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കുറച്ചുകൂടെ കോൺഫിഡൻസ് വരും.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫോണിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് ഫോൺ എടുക്കാനായിട്ട് ഒരു ആഗ്രഹം തോന്നുക. അപ്പോഴത്തേക്കും നമ്മൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് മാക്സിമം ഇടുക. നമുക്ക് എങ്ങനെയാണോ പഠിക്കേണ്ടത് കംഫർട്ടായിട്ടുള്ളത് അപ്പോൾ അതുപോലെ നമുക്ക് ഇരുന്ന് പഠിക്കാം കേട്ടോ. പഠിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാൻ പാടില്ല. അതാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫുഡ് കഴിച്ചതിൻ്റെ ആ ഒരു ഉറക്കക്ഷീണമായിരിക്കും. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോയിരുന്ന് പഠിക്കണം കേട്ടോ. നമ്മൾ പഠിച്ച് നമുക്കൊരു ക്ഷീണം തോന്നുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഒന്ന് ഉന്മേഷമായിട്ടിരിക്കാനായിട്ട് നമുക്ക് കുഞ്ഞു ഒരു പേപ്പറിൽ അല്ലെങ്കിൽ സ്നിക്കി നോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് നമ്മളുടെ അംബീഷൻ എന്താണെന്നുണ്ടെങ്കിൽ എഴുതി വെച്ച് നമുക്ക് ഇരിക്കുന്ന ടേബിളിലോ എന്തെങ്കിലും ഒട്ടിച്ച് വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ കോൺഫിഡൻറ്റ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന ടൈമിൽ അതിൽ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് വരാൻ സാധിക്കും. നമ്മൾ രാവിലെയൊക്കെ പഠിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ഇരിക്കുക. അതാകുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഉന്മേഷത്തോടെ ആയിരിക്കും പഠിക്കാനിരിക്കുന്നത് അല്ലേ. അപ്പോൾ ടഫ് സബ്ജക്റ്റ് എടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും അന്നന്ന് പഠിക്കണമെന്ന്. അതും ഒരു സത്യമാണ്. അയ്യോ എക്സാം ആണ് എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.